ഹലോ. സ്ക്രീൻ വിസിബിൾ ആണോ? ആഹ് യെസ്, വിസിബിൾ ആണ്. ഓക്കെ. സോ നമുക്ക് ഇതിപ്പോ ഞാൻ തിരക്കുന്ന അഡ്മിൻ അക്കൗണ്ട് ആണ്. ഓരോരുത്തർക്കും അവരുടെ അക്കൗണ്ടിൽ മീൻ റോൾ അനുസരിച്ച് ഈ സൈഡ് മെനുസും അതുപോലെ കാണുന്ന ഡീറ്റെയിൽസും വ്യത്യാസം ഉണ്ടാവും. അഡ്മിൻ ഇപ്പൊ നമുക്ക് ഡെമോ ഒക്കെ എടുക്കുമ്പോൾ നോർമൽ അഡ്മിനിൽ നമുക്ക് എല്ലാ അക്കൗണ്ടും ഒറ്റ രീതിയിൽ കാണാൻ പറ്റും. മറ്റേ നമ്മൾ ഓൾറെഡി ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മൾ അഡ്മിനിലാണ് നോർമലി ഫുള്ള് കാണിക്കുന്നത്. ഇതില് നമ്മൾ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്ന ഡാഷ്ബോർഡ് ആണ്. ഡാഷ്ബോർഡൊക്കെ ബേസിക്കലി ഒരു ക്വിക്ക് ഇൻഫർമേഷൻ കിട്ടും. നമുക്ക് എത്ര എൻക്വയറി വരുന്നുണ്ട്, എത്ര സൈറ്റ് വിസിറ്റ് സ്റ്റേജിൽ കിടക്കുന്നുണ്ട്, അതിന്റെ ആവറേജ് ഏജ് എത്രയായി, അതുപോലെ നമ്മുടെ ഓരോ ഇപ്പൊ ഈ നമ്മുടെ വർക്ക് ഫ്ലോയുടെ ഓരോ സ്റ്റേജുമാണ് ആക്ച്വലി ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റേജിലും എത്ര വർക്കുകളുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ്. അതേപോലെ ജസ്റ്റ് താഴെ നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് വ്യൂവും കൂടി ഉണ്ട്. അതായത് ഒന്ന് നമുക്ക് ബോർഡ് വ്യൂ ഉണ്ടാവും. അതായത് ഓരോ സ്റ്റേജ് ഒരു ബോർഡ് പോലെ, ആ ബോർഡിൽ ഓരോ എൻക്വയറി അല്ലെങ്കിൽ ഓരോ ഇൻപുട്ടും വന്ന് കിടക്കുന്ന രീതിയിൽ ഒരു ബോർഡ് വ്യൂ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കൊരു ടേബിൾ വ്യൂ ഉണ്ടാവും, നോർമൽ ഒരു ടേബിൾ പോലെ. അതിൽ നമുക്ക് സ്റ്റേജ് വൈസ് വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്യാം. അതുപോലെ ഡിസ്ക് വൈസ് ഫിൽട്ടർ ചെയ്യാം, അല്ലെങ്കിൽ ലോൺ ആണോ ക്യാഷ് ആണോ രീതിയിൽ ഫിൽട്ടർ ചെയ്യാം. അതുപോലെ ഏത് ഇപ്പൊ ആർക്കാണ് ആ പർട്ടിക്കുലർ ആൾക്ക് അസൈൻ ചെയ്തേക്കുന്ന ഒരു ലീഡ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഫിൽട്ടർ ചെയ്യാം. പ്രോജക്റ്റ് വെച്ച് അങ്ങനെയും നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മൈ ടാസ്ക് ഒരു സെക്ഷൻ ഉണ്ടാവും. ഇത് ആക്ച്വലി അഡ്മിനൊക്കെ കൂടുതൽ ഓരോ യൂസേഴ്സിനായിരിക്കും വരുന്നത്. അവർക്ക് ഓരോ സ്റ്റേജിൽ അവർക്ക് അസൈൻ ചെയ്യുന്ന പ്രൊജക്ട്സ് ആയിരിക്കും ഈ മൈ ടാസ്കിൽ അവർക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഓരോ ഒരു പ്രൊജക്ടിന്റെ ചിലപ്പോൾ ഒരു സ്റ്റേജിലെ ആക്ടിവിറ്റി ആയിരിക്കും ഒരു യൂസർക്ക് അസൈൻ ആവുന്നത്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ആക്ടിവിറ്റി അവർക്ക് അസൈൻ ആകുമ്പോൾ അവരുടെ മൈ ടാസ്കിൽ ഇങ്ങനെ വന്ന് കിടക്കും. ഇത് പർട്ടിക്കുലർ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രൊജക്ടിന്റെ സൈറ്റ് വിസിറ്റ് എന്നുള്ള ഒരു സ്റ്റേജിലാണ് ഈ ഒരു പർട്ടിക്കുലർ ടാസ്ക് ഈ ലോഗിൻ ചെയ്ത യൂസർക്ക് അസൈൻ അയക്കണം. അതായത് ആ ഒരു പ്രൊജക്റ്റും ആ ഒരു സ്റ്റേജിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അസൈൻ അയക്കണ യൂസറിന്. പിന്നെ നമുക്ക് കുറച്ച് ബേസിക് റിപ്പോർട്ട് അതിപ്പോ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. എന്തെങ്കിലും റിപ്പോർട്ട്സ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആ റിപ്പോർട്ട്സ് ലോഡ് ചെയ്യേണ്ട ഒരു പേജാണ്. നമ്മളിപ്പോൾ റിപ്പോർട്ട്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ വരുന്നതാണ് നമ്മുടെ പേയ്മെന്റ് ആൻഡ് കളക്ഷൻ എന്നുള്ള സെക്ഷൻ. ഇതില് നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തപ്പോ ഈ പേയ്മെന്റ്സും കളക്ഷനും ആക്ച്വലി നമ്മുടെ സ്റ്റേജിൽ ഇൻബിൽഡ് ആയിരുന്നു. അത് ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പേയ്മെന്റിന്റെ ഒരു പ്രോംപ്റ്റ് അല്ലെങ്കിൽ പേയ്മെന്റ് സെക്ഷൻ അവിടെ ഓട്ടോമാറ്റിക്കലി ആഡ് ആയി വരുമായിരുന്നു. അപ്പൊ അത് ഇപ്പൊ പേയ്മെന്റ് ഫോളോ അപ്പിന് വേറെ ആളാണ് നമ്മൾ രണ്ടും ഒന്നിച്ച് കിടക്കുമ്പോൾ യൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ അവിടുന്ന് ചേഞ്ച് ചെയ്തതാണ്. അപ്പൊ സെപ്പറേറ്റ് സെക്ഷൻ ആക്കി പേയ്മെന്റ് അതുപോലെ കളക്ഷൻ നമുക്ക് ഓട്ടോമാറ്റിക് സെപ്പറേറ്റ് ഒരു സെക്ഷൻ ആയിട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് ഓരോ കസ്റ്റമർ വൈസ് എത്രയാണ് ഇപ്പൊ ഔട്ട്സ്റ്റാൻഡിങ്, അതുപോലെ ഏത് സ്റ്റേജിലാണ് ആ പർട്ടിക്കുലർ സ്റ്റേജ് ഇപ്പൊ ആ ഒരു പ്രൊജക്ട് ആ സ്റ്റേജ് അറ്റൈൻ ആയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജിൽ എത്രയാണ് എമൗണ്ട് വരേണ്ട, അങ്ങനത്തെ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു സെക്ഷനിൽ കാണുന്നത്. അതുപോലെ അത് ആ പേയ്മെന്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ള മാർക്ക് ചെയ്യുന്നത് നമുക്ക് ഈ സ്റ്റേജിൽ നിന്ന് ഈ സെക്ഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ആ പേയ്മെന്റ് അത് റിസീവ്ഡ് ആണോ അതെയോ അല്ലയോ എന്നുള്ള ഡീറ്റെയിൽസും അതുപോലെ എല്ലാം പേയ്മെന്റ് സംബന്ധമായ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റും. അതിൽ നിന്ന് തന്നെ ഇപ്പൊ എനിക്ക് പർട്ടിക്കുലർ ഇപ്പൊ ഈ പ്രോജക്റ്റിന്റെ ഈ ഒരു മെറ്റീരിയൽ ഡെലിവറി എന്ന സ്റ്റേജിലാണ് ഇതിനിപ്പോ എന്താ പറയാ നമ്മള് അക്കൗണ്ട് ക്ലിയറൻസ് ഉള്ള സ്റ്റേജിലാണ് ഇതിന്റെ മൈൽ സ്റ്റോൺസ് പേയ്മെന്റ് സ്റ്റേജ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്യാം. ഓരോ പ്രോജക്റ്റും നമുക്ക് സെറ്റ് ചെയ്ത് സ്റ്റേജിലാണ് പേയ്മെന്റ് വേണ്ടത് നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ പ്രോജക്റ്റ് എത്തുമ്പോൾ കാണിക്കാം. അതുപോലെ എനിക്ക് ഇവിടുന്ന് തന്നെ ആ പർട്ടിക്കുലർ സ്റ്റേജിലോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോകാനും പറ്റും. പിന്നെ റീസൺ നമ്മൾ മാർക്ക് ചെയ്തേക്കും റെക്കോർഡ് ചെയ്തതിന് കളക്ഷൻ താഴെ റീസൺ കളക്ഷൻ എന്നുള്ള സെക്ഷനിൽ കാണിക്കുകയും ചെയ്യും. ഇത് നമുക്ക് എക്സലിലോട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ ബേസിക്കലി അഡ്മിൻ റോളുകളാണ് കൂടുതലും വരുന്നത്. അതായത് നമ്മൾ യൂസറെ ആഡ് ചെയ്യാൻ യൂസർക്ക് എന്തൊക്കെ എന്താ പറയുക ആക്സസ് കൊടുക്കണമെന്നും ഉള്ളതാണ് യൂസർ മാനേജ്മെന്റ് സെക്ഷൻ വരുന്നത്. ഇവിടെ നമുക്ക് യൂസറെ ആഡ് ചെയ്യാം, അതുപോലെ യൂസർക്ക് റോള് കൊടുക്കാം. പിന്നെ യൂസറുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. യൂസർ ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷനും നമുക്ക് ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. പിന്നെ നമുക്ക് റോൾസ് വരുന്നുണ്ട്. റോൾ ബേസിക്കലി നമ്മൾ ഓരോ യൂസർക്കും എന്തൊക്കെ സാധനങ്ങൾ ഇപ്പൊ ഇത്തരം ഫങ്ഷണാലിറ്റിയാണ് നമ്മുടെ പ്രോജക്റ്റിൽ മൊത്തം ഉള്ളത്. അത് ഓരോ റോളിലും ആർക്കൊക്കെ എന്തൊക്കെ
ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കോൺഫിഗർ ചെയ്യാൻ പറ്റും. പിന്നെ ഇനി റോളല്ല, ഇപ്പൊ ചിലപ്പോ ഒരാള് സെയിൽസിന്റെ റോളിലായിരിക്കും കിടക്കുന്നത്, പക്ഷെ ആ യൂസർക്ക് നമ്മൾ അഡീഷണൽ വേറെ കുറച്ച് എന്താ പറയാ ഫീൽഡ് ഇങ്ങനെ കണ്ടെന്ന് അങ്ങനെ കൊടുക്കണമെങ്കിൽ നമുക്കത് ഈ യൂസർ ഓവർ റൈഡ് എന്നുള്ള സെക്ഷനിൽ കൊടുക്കാൻ പറ്റും. അതിപ്പോ ചിലപ്പോൾ അയാളുടെ റോള് സെയിൽസ് ആയിരിക്കും, പക്ഷെ അയാള് എന്താ പറയാ പ്രൊജക്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രൊജക്റ്റിൽ ഏതെങ്കിലും ഒരു സ്റ്റേജ് അയാൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റേജ് ബൈ ഡിഫാൾട്ട് സെയിൽസുള്ള സെയിൽസിന്റെ സാധനങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അഡീഷണൽ എക്സിക്യൂഷൻ പാർട്ടിൽ ഒരാൾക്ക് ഒരു എന്തെങ്കിലും സാധനം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അത് ആ പർട്ടിക്കുലർ സ്റ്റേജിൽ അഡീഷണൽ അസൈൻ ചെയ്ത് കൊടുക്കണം. റോളിന് കൂടാണ്ട് ഓവർ റൈഡ് ചെയ്ത് എക്സ്ട്രാ പെർമിഷനുകൾ നമുക്ക് അവിടെ നിന്ന് കൊടുക്കാൻ പറ്റും. ഒരു ഓഡിറ്റ് ലോഗ് ഉണ്ടാവും, ബേസിക്കലി നമ്മൾ എന്തൊക്കെ പെർമിഷൻ ചേഞ്ചുകൾ ഈ ആപ്ലിക്കേഷനിൽ വരുത്തിയിട്ടുണ്ട്, ഡേറ്റ് ടൈം വെച്ചിട്ട് ആരാണ് വരുത്തിയുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ഓഡിറ്റ് ലോഗ് ഉണ്ടാവും. സൈനപ്പ് സെറ്റിംഗ്സ് നമുക്കിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ സൈനപ്പ് ഇല്ല, മാനുവൽ സൈനപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ വരുന്നത് നമുക്ക് സ്റ്റേജ് ഓണേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഓരോ സ്റ്റേജിനും ബൈ ഡിഫാൾട്ട് ഒരു ഓണർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓണേഴ്സിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ പർട്ടിക്കുലർ സ്റ്റേജിലോട്ട് ഒരു ലീഡ് ഒരു സ്റ്റേജിന് അടുത്ത സ്റ്റേജിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ലീഡ് ആ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ഓണർക്ക് അസൈൻ ആയിട്ട് വരും. നമുക്ക് ഓരോ സ്റ്റേജിലും നമുക്ക് സ്റ്റേജ് ഓണറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ സ്റ്റേജിൽ നമുക്ക് മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആ ഓരോ ആക്ടിവിറ്റി നമുക്ക് ഓണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു സ്റ്റേജ് ഒരാളായിരിക്കും ഓണർ, സ്റ്റേജിൽ 4 ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ 4 ആക്ടിവിറ്റി നമുക്ക് 4 പേർക്ക് ഡിഫാൾട്ട് അസൈൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ സ്റ്റേജിലോട്ട് പ്രൊജക്ട് എത്തുമ്പോൾ ഈ 4 ആക്ടിവിറ്റി 4 പേർക്ക് ഓട്ടോമാറ്റിക്കലി അലോക്കേറ്റഡ് ആയിട്ടുണ്ടാവും. ഇനി അതല്ല നമ്മൾ സ്റ്റേജ് മൂവ് ചെയ്യുന്ന ടൈമിൽ വേണമെങ്കിൽ അപ്പോഴും നമുക്ക് വേറൊരാൾക്ക് വേണ്ടിയിട്ട് അത് അസൈൻ ചെയ്ത് കൊടുക്കാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വരുന്ന പ്രൊഡക്റ്റ് കാറ്റലോഗ് ആണ്. ഇത് നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് ലിസ്റ്റ്, അതായത് ഇപ്പൊ പാനല്, ബാറ്ററി, ഇൻവെർട്ടർ അങ്ങനത്തെ എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ഓൾറെഡി ഇവിടെ ആഡ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേജിൽ എത്തുമ്പോൾ ആ പ്രൊഡക്ട്സിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ എളുപ്പം ഉണ്ടാവും. അതുപോലെ അതിന്റെ മേക്ക്, ഓരോ പ്രൊഡക്റ്റ് അതിന്റെ മേക്ക്, അല്ല നമ്മള് സർവീസ് കൊടുക്കുന്ന ഏതൊക്കെ മോഡലുകളാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്, അങ്ങനത്തെ ആ ഒരു ബേസിക്കലി നമ്മുടെ ഇൻവെന്ററി ക്രിയേറ്റ് ചെയ്ത് വെക്കാനുള്ള സെക്ഷനാണ് പ്രൊഡക്റ്റ് കാറ്റലോഗ് വരുന്നത്. പിന്നെ നമുക്ക് ഫാബ്രിക്കേഷൻ ടീം, അതായത് നമ്മളിപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ടീം നമുക്ക് സെറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ആ പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എടുത്തിട്ട് ആ ടീമിന് അസൈൻ ചെയ്ത് കൊടുക്കാനും പറ്റും. പിന്നെ അതുപോലെ വരുന്നതാണ് ഇലക്ട്രിക്കൽ ടീംസ്. ഇലക്ട്രിക്കൽ ടീംസും ഇതുപോലെ നമുക്ക് എന്താ പറയാ ടീമിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. പർട്ടിക്കുലർ ടീമിന് ഇലക്ട്രിക്കലിന്റെ ആ സ്റ്റേജ് വരുമ്പോൾ ആ ടീമിനായിരിക്കും ആ സ്റ്റേജ് അസൈൻ ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ടീംസിനെ ക്രിയേറ്റ് ചെയ്യാം. ഇൻഡിവിജ്വൽ ഓരോ പ്രൊജക്റ്റ് ഓരോരോ ടീമിനായിട്ട് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനും പറ്റും. ഇതാണ് ഇതിന്റെ ഒരു മെയിൻ ഫങ്ഷനാലിറ്റിയിലെ മെയിൻ കാര്യങ്ങൾ വരുന്നത്. ഒരു ഇതിലോട്ട് കിടക്കട്ടെ. പേയ്മെന്റിന്റെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യോ? പേയ്മെന്റ് ആരാണ് അത് എടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പേയ്മെന്റ് നമ്മള് പേയ്മെന്റിന്റെ സെക്ഷനിൽ ആക്ച്വലി കാണുന്നത് ഓരോ നമ്മളിപ്പോ ഒരു ലീഡ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ആ ലീഡ് ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രൊജക്ട് ഏതൊക്കെ സ്റ്റേജിലാണ് പേയ്മെന്റ് വേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവും. ആ സ്റ്റേജ്, ആ പർട്ടിക്കുലർ പ്രൊജക്ട് ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഇവിടെ അപ്കമിങ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പേയ്മെന്റ് സെക്ഷനിൽ അത് ഓട്ടോമാറ്റിക്കലി വന്ന് കിടക്കും. അതായത് ആ പേയ്മെന്റ് ഇപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ട്, ആ പ്രൊജക്ട് ആ പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തി, ഇപ്പൊ പേയ്മെന്റ് കളക്ട് ചെയ്യാറായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ അപ്കമിങ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പേയ്മെന്റ് സെക്ഷനിൽ വന്ന് കിടക്കും. അതുപോലെ ഓൾറെഡി സ്റ്റേജ് വൈസിൽ മാൻഡേറ്ററി ഫില്ലിംഗ് ആണ്. നമുക്ക് നേരത്തെ സ്റ്റേജ് വൈസ് തന്നെയായിരുന്നു, അവിടെ ഇൻലൈൻ ആയിട്ട് ആ സ്റ്റേജ് എത്തുമ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് പേയ്മെന്റ് കൊടുക്കാമായിരുന്നു. പക്ഷെ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് മാറ്റി ഈ സെക്ഷനിൽ കൊണ്ട് ഇട്ടേക്കുന്നത്. അപ്പൊ അവിടെ വർക്ക് ഫ്ലോ അങ്ങനെ നടക്കും, പേയ്മെന്റ് സെപ്പറേറ്റ് ഒരു ഫ്ലോ പോലെ ഫോളോ പോവുകയും ചെയ്യും. അതിലോട്ട് ഇത് ഈ റോൾ ആർക്കാണ് നമ്മൾ അസൈൻ ചെയ്യുന്ന അയാൾക്കാണ് വരുന്നത്. പേയ്മെന്റ് കളക്ഷൻ റോള് നമുക്ക് ആർക്ക് വേണം അസൈൻ ചെയ്ത് കൊടുക്കാം. അതപ്പോ ഒരു ലീഡ് വരുമ്പോ ലീഡ് മുതൽ പറഞ്ഞു, അപ്പൊ നമുക്ക് നോക്കാം എവിടെ വെച്ചിട്ട് ഇത് മാറ്റേണ്ടത്. പുതിയ നമ്മൾ ആദ്യം എൻക്വയറി സ്റ്റാർട്ട് ചെയ്യണം. ജസ്റ്റ് എൻക്വയറി വരുമ്പോൾ വേണ്ട കസ്റ്റമറുടെ പേര്, കസ്റ്റമറുടെ ഫോൺ നമ്പർ, അഡ്രസ്സ്, അതുപോലെ ഗൂഗിൾ മാപ്പിന്റെ ലിങ്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം.
പിന്നെ നമുക്ക് വരുന്നത് ലീഡ് സോഴ്സ് ആണ്. ഏത് എങ്ങനെയാണ് നമുക്ക് ലീഡ് കിട്ടിയ എന്നുള്ളത്. റെഫറൽ ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഹാൻഡിലാണോ അല്ലെങ്കിൽ ന്യൂസ്. ബേസിക്കലി ലീഡിന് നമ്മൾക്ക് വരാനുള്ള ചാൻസുകളാണ്. ഡീലർ പാർട്ട്ണർ ത്രൂ ആണോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ത്രൂ ആണോ, അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ആ ലീഡ് സോഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ റെഫറൽ ആണെങ്കിൽ ആര് ത്രൂ ആണ് റെഫറൽ വന്നതെന്നുള്ളൊരു പേരും നമുക്ക് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ആ എൻക്വയറി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നോക്കുവാണെങ്കിൽ എൻക്വയറി ഇപ്പൊ ആർക്കും അസൈൻ ആയിട്ടില്ല. ഇതാണ് ഒരു എൻക്വയറിയുടെ ഡീറ്റെയിൽ പേജ് വരുന്നത്. ഇതിനകത്ത് കസ്റ്റമറുടെ പേര് ഉണ്ടാവും, ഇപ്പോഴത്തെ ഏത് സ്റ്റേജിലാണ് കിടക്കുന്നത്, അടുത്ത സ്റ്റേജ് എന്താണ്, അതുപോലെ ആരാണ് ഇത് ക്രിയേറ്റഡ് ഡേറ്റ്. ഇപ്പൊ പർട്ടിക്കുലർ ഈ സ്റ്റേജ് ആർക്കെങ്കിലും അസൈൻ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ അസൈൻ ആയ ആളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ വരുന്നത് ഇപ്പൊ നമ്മൾ ഫില്ല് ചെയ്ത ബേസിക് ഡീറ്റെയിൽസ് ഇവിടെ കാണും. നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ എന്തെങ്കിലും ഡേറ്റ നമ്മൾ ആഡ് ചെയ്യാതെ നമുക്ക് എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ താഴോട്ട് നമുക്ക് ഒരു കുറച്ചധികം മെനു ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് സ്റ്റേജ് ഡേറ്റയാണ്. അതായത് ഓരോ സ്റ്റേജിലും നമ്മൾ ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഫുൾ ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇപ്പൊ ഇത്ര സ്റ്റേജ് ആണ് നമുക്ക് വരുന്നത്. അങ്ങനത്തെ ഓരോ സ്റ്റേജിലും എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഇങ്ങനെ ഇവിടെ ആഡായി വന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരു ടൈം ലൈൻ ഉണ്ടാവും. അതായത് ഓരോ സ്റ്റേജിലും ഓരോ ആക്ടിവിറ്റി നടക്കുമ്പോൾ അതിന്റെ ടൈം സ്റ്റാമ്പ് വെച്ചിട്ട് നമ്മൾ സേവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഈ പർട്ടിക്കുലർ എന്താ പറയുക സ്റ്റേജിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ ആയിരിക്കും ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അഡീഷണൽ നമുക്ക് സ്റ്റേജിൽ ഓൾറെഡി ഡോക്യുമെന്റ്സ് ഉണ്ട്, അല്ലാണ്ട് എക്സ്ട്രാ എന്തെങ്കിലും ഡോക്യുമെന്റ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് പോകാനും പറ്റും. പിന്നെ എന്തെങ്കിലും അഡീഷണൽ നോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് അഡീഷണൽ നോട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാനും ഓപ്ഷൻ ഉണ്ട്. അത് ഓരോ സ്റ്റേജിലും ഈ സെയിം എല്ലാ സ്റ്റേജിലും ഇത് കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. സ്റ്റേജ് ഡേറ്റ നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുന്നതനുസരിച്ച് ഫില്ല് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. വൺസ് നമുക്കിത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് വേണമെങ്കിൽ ഒരാൾക്ക് അസൈൻ ചെയ്യാം. നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റേജ് യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതും ബൈ ഡിഫോൾട്ട് സ്റ്റേജ് യൂസർ കാണിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അയാൾക്ക് ഇത് അസൈൻ ചെയ്യാൻ പറ്റും. വൺസ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അയാൾ ഇത് വെരിഫൈ ചെയ്തിട്ടൊരു എന്താ പറയുക വാലിഡ് ലീഡാണെന്ന് തോന്നി ഇത് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് സൈറ്റ് വിസിറ്റിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമുക്ക് സൈറ്റ് വിസിറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഐദർ ഇവിടെ ഓൾറെഡി ആ സ്റ്റേജ് ആരെയാണ് അസൈൻ ചെയ്യേണ്ടത് അത് വേണമെങ്കിൽ കാണിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റേജ് ഓണറെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് ഇവിടെ സ്റ്റേജ് ഓണർ ആയിരിക്കും വരുന്നത്. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ എടുക്കുവാണെങ്കിൽ ആ പർട്ടിക്കുലർ ഇത് സൈറ്റ് വിസിറ്റ് എന്നുള്ള സ്റ്റേജിലെത്തി അസൈൻ ചെയ്തേക്കുന്ന അഡ്മിൻ ആണ്. ഇവിടുന്ന് വേണമെങ്കിൽ അഡ്മിൻ ആയതുകൊണ്ട് അഡ്മിൻ ഇവിടുന്ന് ഇപ്പോൾ എല്ലാ സ്റ്റേജിലും നമുക്ക് ആളെ മാറ്റി അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ന്യൂ എൻക്വയറി എന്നുള്ള സ്റ്റേജിൽ നമ്മൾ അതടുത്ത് സൈറ്റ് വിസിറ്റ് എന്നുള്ള സ്റ്റേജിലോട്ട് മൂവ് ആയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ അസൈൻ ചെയ്തേക്കണം നമ്മൾ ഈ യൂസർക്ക് തന്നെ ഞാൻ അസൈൻ ചെയ്തേക്കുന്നുണ്ട്. ആ യൂസർക്ക് തന്നെയാണ് അഡ്മിനുള്ള യൂസർക്ക് തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ സൈറ്റ് വിസിറ്റ് ചെല്ലുന്ന സമയത്ത് ഇവർക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് സൈറ്റിന്റെ ലൊക്കേഷൻ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് സൈറ്റിന്റെ ലൊക്കേഷൻ ക്യാപ്ചർ ആവും. ഇപ്പൊ ഇത് എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ വ്യൂ മാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പർട്ടിക്കുലർ മാപ്പിൽ ആ ലൊക്കേഷൻ ക്യാപ്ചർ ലൊക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. ഇത് ബൈ ഡിഫോൾട്ട് സേവ് ആവും. ഇനി ഫ്യൂച്ചർ ഏത് സ്റ്റേജിൽ നമുക്ക് ഈ ലൊക്കേഷനിലോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കസ്റ്റമറുടെ പ്രൊഫൈൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷന്റെ ലിങ്ക് നമുക്ക് അവിടെ കിട്ടും. പിന്നെ വരുന്നതാണ് എന്താ ഔട്ട്കം. അതായത് ഇപ്പൊ സൈറ്റ് വിസിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പ്രൊജക്ട് ടേക്കപ്പ് ചെയ്യുകയാണോ അതെയോ ഡ്രോപ്പ് ചെയ്യുകയാണോ എന്നുള്ള ഔട്ട്കം നമുക്ക് ഇവിടെയാണ് വരുന്നത്. കൺവേർഷൻ ആണോ ഡ്രോപ്പ് ആണോ അല്ലെങ്കിൽ വെയിറ്റിംഗ്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു ലീഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് പല രീതിയിലുള്ള ലീഡ് വരും, എല്ലാം സൈറ്റ് വിസിറ്റിലേക്ക് പോകണമെന്നില്ല. അപ്പൊ അത് നമ്മൾ അസൈൻ ചെയ്യാണ്ട് അസൈൻ ആവില്ല എന്നാണോ പറഞ്ഞത്? ഓട്ടോമാറ്റിക്കലി അസൈൻ ആവുമോ ലീഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ? ലീഡ് ക്രിയേറ്റ് കഴിഞ്ഞാൽ ലീഡ് കിടക്കുകയുള്ളൂ, അടുത്ത സൈഡിലോട്ട് നമ്മൾ മാനുവലി അസൈൻ ചെയ്യണം. അത് ആ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് തന്നെ അസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ, അതോ വേറെ ആരെങ്കിലും ആണോ അസൈൻ ചെയ്യേണ്ടത്? ആ ലീഡിന്റെ സ്റ്റേജ് എന്നുള്ള ഓണർ ആർക്കും അവർക്കെല്ലാം അസൈൻ ചെയ്യാൻ പറ്റും. ലീഡ് എന്നുള്ള സ്റ്റേജിൽ നമുക്ക് ഓണേഴ്സിന് ക്രിയേറ്റ് ചെയ്യാമല്ലോ. ആർക്കൊക്കെ ഓണർ ആയിട്ട് കൊടുക്കണം അവർക്കെല്ലാം അസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്കിപ്പോ സപ്പോസ് ലീഡ് അസൈൻ ചെയ്യാനുള്ള ലീഡിന്റെ ഓണർ ഞാനല്ല എന്നുണ്ടെങ്കിൽ, ഞാനാണ് ഇപ്പം സപ്പോസ് ലീഡ് ഓണർ എന്ന് പറഞ്ഞിട്ട് ഓരോ സ്റ്റേജ് ആ സ്റ്റേജ് ഓണർ ഞാനല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കൊരു എൻക്വയറി വന്നു, ഞാൻ ഇതിനകത്ത് എൻക്വയറി പോസ്റ്റ് ചെയ്തു, അത് എനിക്ക് തന്നെ സൈറ്റ് വിസിറ്റിലേക്ക് അസൈൻ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. സ്റ്റേജ് ഓണർക്കാണ് പ്രിവിലേജ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പ്രിവിലേജ് കൊടുക്കുന്നോണ്ട് കാര്യമില്ലല്ലോ, എല്ലാവർക്കും ചേഞ്ച് ചെയ്യാനുള്ള പ്രശ്നമാവില്ലേ?
അല്ല ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എൻക്വയറി ക്രിയേറ്റ് ചെയ്യുന്ന ആളുണ്ടല്ലോ, ആൾക്ക് അസൈൻ ചെയ്യാൻ പറ്റുമോ അറിയാനായിട്ട് ചോദിച്ചതാ. ഇല്ലില്ല. നമുക്ക് ആക്ച്വലി എന്നോട് ആദ്യം പറഞ്ഞ ഇൻപുട്ടിൽ എനിക്കൊന്ന് എൻക്വയറി വന്നിട്ട് മനീഷ് സാറാണ് ഡിസൈഡ് ചെയ്യണമെന്ന് ഒരു ഓഡിയോ ഇട്ടുണ്ടായിരുന്നു പണ്ട്. ആഹാ അത് നമുക്ക് അത് ആഹാ കഴിഞ്ഞ് മാറ്റിയിട്ട് വേണ്ട, നമ്മൾ സ്റ്റേജ് ഓണർ ആരാണോ അയാൾക്ക് അസൈൻ ചെയ്യാന്നുള്ള രീതിയിലാണ് പോയത്. ഓക്കെ ഓക്കെ ഫൈൻ. കാരണം അല്ലെങ്കിൽ എപ്പോഴും ഒരാൾ അവൈലബിൾ ആയിരിക്കണമല്ലോ. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേജ് ഓണേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് എല്ലാം അസൈൻ ചെയ്യാൻ പറ്റും, മാറ്റി കൊടുക്കാൻ പറ്റും. അല്ലാണ്ട് ശരി നമ്മൾ ശരി. എല്ലാവർക്കും എല്ലാ യൂസർക്ക് ചേഞ്ച് ചെയ്യേണ്ട പ്രിവിലേജ് കൊടുത്ത് നമ്മൾ ആക്ച്വലി ആ സ്റ്റേജ് ഓണർ കൊടുക്കുന്നതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അല്ല ഞാൻ ആർക്ക് ചോദിച്ചു വേണമെങ്കിൽ ഓക്കെ മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കും അസൈൻ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചു, അതാ ഞാൻ ഇല്ല 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 ചോദിച്ചത്. ഇല്ല ഇല്ല. ഓക്കെ ശരി. സോ ഔട്ട്കം ഞാനിപ്പോ ഡ്രോപ്പ് ആണെങ്കിലും കൺവേർഷൻ ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ കൺവേർഷൻ കൊടുക്കുവാണെങ്കിൽ നമ്മളോട് കൺവേർഷൻ ആണെങ്കിൽ മാത്രം കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് ചോദിക്കും. ഫസ്റ്റ് ചോദിക്കുന്നത് സൈറ്റിന്റെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനാണ്. ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ലാറ്റിൻ ലോഞ്ചിങ്ങിന്റെ ഫോട്ടോയുടെ കൂടെ ക്യാപ്ചർ ആയിട്ട് പോവുകയും ചെയ്യും. മൾട്ടിപ്പിൾ ഫോട്ടോസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ വരുന്നതിന് പ്ലാൻ ഡീറ്റെയിൽസ്. നമ്മൾ ഓൾറെഡി 3 kW ലീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, 3 kW കൊടുത്തു. ഇനി മിക്ക വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ പ്ലാൻ ടൈപ്പ് ഓൺ ഗ്രിഡ് ആണോ ഓഫ് ഗ്രിഡ് ആണോ ഹൈബ്രിഡ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ്. പിന്നെ അതുപോലെ എന്താ പറയാ ഐറ്റം നമുക്ക് ഈ പ്ലാൻഡ് ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്തൊക്കെയാണ് ഇൻവെർട്ടർ അതുപോലെ പാനൽ അതിന്റെ എല്ലാം നമുക്ക് എന്താ പറയാ പ്രൊഡക്റ്റ് കാറ്റലോഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. മോഡൽസ് എന്തെങ്കിലും മോഡൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ആഡ് ചെയ്തും പറ്റും. ഇപ്പൊ ഞാനിപ്പോ ഒരു 1 ഒരു മോഡൽ ഇല്ല, ജസ്റ്റ് ആഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മോഡൽ ആഡ് ആയിക്കോളും. അങ്ങനെ നമുക്ക് ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓരോന്ന് എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് പ്രീസെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പേയ്മെന്റ് മോഡ്, അതായത് ലോൺ ആണോ ക്യാഷ് ആണോ എന്നുള്ളതാണ് അടുത്തത്. ഇപ്പൊ ലോൺ ആണെങ്കിൽ ക്യാഷ് ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. തൽക്കാലം ക്യാഷ് മോഡ് കൊടുക്കണം. ക്യാഷ് മോഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആദ്യം ചോദിക്കുന്ന പ്രൊജക്ട് കോസ്റ്റ് അതിന്റെ KSCB ചാർജ് എത്രയാണ്. പിന്നെ വരുന്നത് ഇതാണ് നമുക്ക് മൈൽ സ്റ്റോൺ നമ്മൾ കൊടുക്കുന്നത്. അതായത് നമുക്ക് ഈ ഓരോ ഇതും മൾട്ടിപ്പിൾ മൈൽ സ്റ്റോൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ 1,50,000 എന്നുള്ളത് മൾട്ടിപ്പിൾ മൈൽ സ്റ്റോൺസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ മൈൽ സ്റ്റോൺ 1 എന്നുള്ളത് ഏത് സ്റ്റേജിലാണ് എന്താ പറയാ എലിജിബിൾ ആവുന്നതെന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഓൺലൈൻ ഫീസിബിലിറ്റി വേണം അങ്ങനെ ആക്കി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ലോൺ പ്രോസസിങ് ആവശ്യമില്ല, ലോൺ അല്ലാത്തതുകൊണ്ട്. KSCB ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ KSCB ക്ലിയറൻസ് ഉള്ള സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും ഈ മൈൽ സ്റ്റോൺ 1 എലിജിബിൾ ആയിരിക്കുന്നത്. അതുപോലെ കസ്റ്റമർ കൺഫർമേഷൻ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അക്കൗണ്ട് ക്ലിയറൻസ് വേണമെങ്കിൽ അതിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇവിടെ എമൗണ്ട് കൊടുക്കാൻ പറ്റും. ഈ ടോട്ടൽ 152 എത്രയാണ് ഈ സ്റ്റേജിൽ വരുന്നത്. ഇവിടെ 1 lakh കൂടെ കൊടുക്കുവാണെങ്കിൽ എനിക്ക് അടുത്ത മൈൽ സ്റ്റോൺ ഇവിടെ ഓട്ടോമാറ്റിക് കാണിക്കും. ഇനി 52,500 ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആ മൈൽ സ്റ്റോണിന്റെ നെറ്റ് മീറ്ററിംഗ് തന്നെ ഇട്ടു. ഇപ്പൊ ബാക്കിയുള്ളത് ടാലി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് പേയ്മെന്റ് മൈൽ സ്റ്റോൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ പിന്നെ വരുന്നതാണ് നമുക്ക് എങ്ങനെയാണ് ഓർഡർ എടുക്കുമ്പോൾ തന്നെ സെറ്റ് ചെയ്യുന്നതാണോ? അതെ 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 അതെ. ഇവിടെ സെയിൽസ്മാൻ ആണോ ആരാ ഇത് ചെയ്യുന്നത്? ഈ സൈറ്റ് വിസിറ്റ് എന്നുള്ള സ്റ്റേജിൽ ആരാണോ അസൈൻ ചെയ്യുന്നത് അയാളാണ് ചെയ്യുന്നത്. ആ സ്റ്റേജിൽ ആണ് കൊടുത്തേക്കുന്നത്. അതിന്റെ പിന്നെ നമുക്ക് ഒന്നുകൂടെ പറയാ, ഏതൊക്കെ സമയമായി കളക്ട് ചെയ്യേണ്ടതുണ്ടോ? അതാണ് ഈ സ്റ്റേജ്. ഇത് നമ്മുടെ പ്രൊജക്ടിന്റെ സ്റ്റേജുകളാണ്. ഏത് സ്റ്റേജ് കഴിയുമ്പോഴാണ് ഇത് ഈ മനുഷ്യൻ എലിജിബിൾ ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അതിന്റെ എമൗണ്ട്. പിന്നെ വരുന്ന നമുക്ക് ചേഞ്ച് റിക്വസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ, നെയിം ചേഞ്ച് ഉണ്ടോ, അതുപോലെ ലോൺ ചേഞ്ച് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഇനിയിപ്പോ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റേജിൽ ചേഞ്ചിന്റെ സ്റ്റേജിലോട്ടായിരിക്കും ഇപ്പൊ അത് പോകുന്നത്. നെയിം ചേഞ്ച് മാത്രമാണെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നത്
വെണ്ടർ ഫീസിബിലിറ്റിയുടെ ആണ്. അത് നമ്മൾ 2 ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നത് കസ്റ്റമർ അഗ്രിമെന്റും കൊട്ടേഷനും അപ്ഡേറ്റ് ചെയ്ത് ഒറ്റ സെൻസിൽ പോകണമെന്നില്ല, ഈ നമുക്ക് സേവ് ചെയ്ത് പോകാൻ പറ്റും. ലോൺ അഗ്രിമെന്റ് പിന്നെ വരുന്നത് നമുക്ക് ആധാറിന്റെ ഡീറ്റെയിൽസ്, ഇലക്ട്രിസിറ്റി ബില്ല്, അതുപോലെ ചെക്ക്. ഇപ്പൊ ഇലക്ട്രിസിറ്റി ബില്ല് ഇല്ലെങ്കിൽ KSEBയുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ, ആ ഡീറ്റെയിൽസും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അഡീഷണൽ എന്തെങ്കിലും ഡോക്യുമെന്റ് വേണമെങ്കിൽ നമുക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഡോക്യുമെന്റ്സ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ എന്താ പറയാ, ആ സ്റ്റേജ് ഫുള്ള് കംപ്ലീറ്റ് ആവും. ഇനി നമുക്കിത് അടുത്ത ഇപ്പൊ ഇത് സ്പെഷ്യൽ കേസിലോട്ട് മൂവ് ചെയ്യാൻ കാരണം നമ്മൾ ഓൾറെഡി അതിനകത്തൊരു നെയിം ചേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെയിം ചേഞ്ച് ഇല്ലെങ്കിൽ ഇത് സ്പെഷ്യൽ കേസ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലോട്ടാണ് മൂവ് ആവുള്ളൂ. ഇത് ജസ്റ്റ് വരും നമ്മളിപ്പോ എന്തൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടോ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അഗൈൻ അടുത്ത സ്റ്റേജിലോട്ട് ഇത് അസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് സ്പെഷ്യൽ കേസുള്ള സ്റ്റേജിലോട്ട് പോയി. ഇപ്പൊ പർട്ടിക്കുലർ പ്രോജക്റ്റ് എടുത്തിട്ട് നമ്മൾ ആ സ്റ്റേജ് ഡീറ്റെയിൽസ് ഡാറ്റ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സൈറ്റ് വിസിറ്റ് എന്നുള്ള സ്റ്റേജിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തു, ആ ഡോക്യുമെന്റ്സ് എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത്, സൈറ്റ് ലൊക്കേഷൻ ഇവിടുന്ന് കിട്ടും. നമ്മൾ ഈ ലൊക്കേഷൻ തന്നെ നമ്മളിവിടെ ആദ്യം ഗൂഗിൾ എൻക്വയറി ഇട്ടപ്പോൾ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളിവിടെ സൈറ്റ് ലൊക്കേഷനിൽ ലൊക്കേഷൻ പഞ്ച് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക് അത് ഇവിടെ സേവ് ആയി പൊക്കോളും. ഇവിടുന്ന് സ്പെസിഫിക്കേഷന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ കൊടുക്കുക. അതേപോലെ എന്നാണ് ഇപ്പൊ ഡാറ്റ അപ്ഡേറ്റ് ആയെന്നുള്ളത് ആ ഡീറ്റെയിൽസും കൊടുത്തിട്ട് സേവ് കൊടുത്ത് ഇതിനകത്ത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ ജസ്റ്റ് ഈ 2 ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓൺലൈൻ ഫീസിബിലിറ്റി ഉള്ള സ്റ്റേജിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി അസൈൻ ആയി പോകുന്നതാണല്ലോ അല്ലെ, സ്റ്റേജ് ഓണറിന് കൊടുത്തു കഴിഞ്ഞാൽ? കൊടുത്തേ നമ്മൾ നേരത്തെ കൊടുത്തപ്പോ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തന്ന അക്കൗണ്ടിൽ അവിടെ നമുക്ക് സ്റ്റാർ ഇട്ടിട്ടുള്ള ആളുടെ പേര് വരുന്നത് പ്രൊസീഡ് കൊടുത്താൽ മതിയായിരുന്നു. നമ്മളിപ്പോ ഇതിനകത്ത് ആരും ആഡ് ചെയ്തിട്ടില്ല സ്റ്റേജ് ഓണർ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഓൺലൈൻ ഫീസിബിലിറ്റി ജസ്റ്റ് ഒരാളെ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നീട് റിമൂവ് ചെയ്താൽ മതി. ഇപ്പൊ ഓൺലൈൻ ഫീസ് കിട്ടുന്ന സ്റ്റേജ് ആണ്. അപ്പൊ ഇത് ജസ്റ്റ് കംപ്ലീഷൻ കൊടുക്കുക, ഡേറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഇതിനകത്തേ ഉള്ളൂ. ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തത് KSEB ക്ലിയറൻസ് ഉള്ള സ്റ്റേജിലോട്ടാണ് പോകുന്നത്. പിന്നെ എല്ലാ സ്റ്റേജിലും അഡ്മിന് എഡിറ്റ് ചെയ്യാൻ പറ്റിയ വൺസ് ഫില്ല് ചെയ്ത് പോയ ഡീറ്റെയിൽസും അഡ്മിൻ ഏത് സ്റ്റേജിൽ എപ്പോഴാണ് എഡിറ്റ് ചെയ്യാനുള്ള പ്രിവിലേജും ഉണ്ട്. ഓട്ടോമാറ്റിക്കലി അരുൺ വരും. പിന്നെ നമ്മൾ കൊടുക്കേണ്ട കൺഫേം നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം കൊടുത്തിട്ട് കൺഫേം കൊടുത്താൽ മാത്രം മതി. പിന്നെ അഡ്മിൻ ആയതുകൊണ്ട് ഇയാൾക്ക് ഇയാൾ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഇത് നോക്കിയിട്ട് KSEB ക്ലിയറൻസ് ഉള്ള സ്റ്റേജിലോട്ട് പോയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് വരുന്നത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് അതിന്റെ പേയ്മെന്റ് ഡേറ്റും ആണ്. അത് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. KSEB ആപ്ലിക്കേഷൻ സബ്മിറ്റ് ഡേറ്റും അതിൽ പേയ്മെന്റ് ഡേറ്റും ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുത്തെ അതിന്റെ ഡേറ്റ് സേവ് ചെയ്തു, അതുപോലെ പേയ്മെന്റിന്റെ ഡേറ്റും സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പർട്ടിക്കുലർ സ്റ്റേജിലുള്ള ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത കസ്റ്റമർ കൺഫർമേഷൻ എന്നുള്ള സ്റ്റേജിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് സെലക്ട് റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറഞ്ഞു. കഴിഞ്ഞ സ്റ്റേജിൽ നമുക്ക് ഓൾറെഡി അരുണിനെ അസൈൻ ചെയ്തേക്കുന്നതുകൊണ്ട് അവിടെ അരുൺ ഡിഫാൾട്ട് ആയിട്ട് വരും. ഇവിടെ ആണ് നമ്മൾ കസ്റ്റമറെ വിളിച്ച് കൺഫേം ചെയ്യും. കസ്റ്റമർ കൺഫേം ചെയ്യുന്ന ടൈമിൽ പേയ്മെന്റ് എന്തെങ്കിലും ഡ്യൂ നമുക്ക്
ജസ്റ്റ് ഇന്റിമേഷൻ കൊടുക്കാൻ പറ്റും കസ്റ്റമർക്ക് പേയ്മെന്റ് എന്തെങ്കിലും ഉണ്ടെന്ന് ജസ്റ്റ് എന്താ പറയാ നോട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. കളക്ഷൻ ഡീറ്റെയിൽസ് ഒന്നും ആയിട്ട് ബന്ധമില്ല. കസ്റ്റമറെ വിളിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഇത് ഫില്ല് ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നം. നമ്മൾ പ്ലാന്റ് ഡെലിവറി ഡേറ്റ് ആണ് ഇവിടെ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ടത്. ഡെലിവറി ഡേറ്റ് കൊടുത്തു, അത് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് സ്റ്റോക്ക് കൺഫർമേഷൻ എന്നുള്ള സ്റ്റേജ് ആണ്. അപ്പൊ അതിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളവിടെ ഇനിഷ്യൽ ഫേസിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് എന്തൊക്കെയാണ് ഐറ്റംസ് ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ നമുക്ക് സ്റ്റോക്ക് ചെക്ക് ചെയ്യാനുള്ള ആൾക്ക്, ഏത് യൂസർ ആണോ വെയർ ഹൗസ് മാനേജിന് അയാൾക്ക് ഇന്റിമേഷൻ വരും. ഇന്ന ഒരു അയാൾക്ക് വരുന്ന ആക്ച്വലി ഈ മൈ ടാസ്കിലായിരിക്കും ഈ സാധനം വന്ന് കിടക്കുന്നത്. അതിനകത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ പ്ലാൻഡ് എന്തൊക്കെ ഐറ്റമാണ് പ്ലാൻ ചെയ്യുക, അതിന്റെ സ്റ്റോക്ക് കൺഫേം ചെയ്യാൻ പറഞ്ഞതിന് ഇപ്പൊ പുള്ളി ഓൾ ഐറ്റംസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ നേരെ അക്കൗണ്ട് ക്ലിയറൻസ് ഉള്ള സ്റ്റേജിലോട്ട് ഇത് മൂവ് ചെയ്യാൻ പറ്റും. അക്കൗണ്ട് ക്ലിയറൻസിന്റെ അകത്ത് അവര് ഒന്ന് പ്രൊഡക്റ്റ് കൺഫർമേഷനും കസ്റ്റമറും വരുന്നുണ്ട്. സോഴ്സിംഗ് ഏജന്റിന്റെ കൺഫർമേഷനും എടുക്കണം. പിന്നെ വരുന്നത് ബില്ലിംഗ് ആണ്. ബില്ലിങ്ങില് ഇയാൾക്ക് ഈ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും ക്വാണ്ടിറ്റി വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഐറ്റംസ് ആഡ് ചെയ്യാനുള്ള പ്രിവിലേജും അക്കൗണ്ട്സിൽ ഉണ്ട്. എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹിസ്റ്ററി കാണിക്കാം, എന്തൊക്കെ ചേഞ്ചസ് ആ വരുത്തിയെന്നുള്ളത് ഹിസ്റ്ററിയിൽ കാണാനും പറ്റും. പിന്നെ നമുക്ക് ഇൻവോയ്സ് നമ്പർ എത്ര നമ്മൾ ഇൻവോയ്സ് ചെയ്തേക്കണമെന്നുള്ള ഇൻവോയ്സ് നമ്പർ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാനും ഓപ്ഷൻ ഉണ്ട്. പിന്നെ വരുന്നത് ഇപ്പൊ നമ്മൾ അക്കൗണ്ട് ക്ലിയറൻസിലായിരുന്നു പേയ്മെന്റ് കൺഫർമേഷൻ കൊടുത്തേക്കണം. അപ്പോൾ പേയ്മെന്റ് കൺഫർമേഷന്റെ പേജിലോട്ടായിരിക്കും പിന്നെ പോകുന്നത്. ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തെങ്കിലും എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഇവിടെ വരും. അതുപോലെ തന്നെ അടുത്ത ഇവിടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമറുടെ എന്തെങ്കിലും പേയ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡിസ്പ്ലേ കാണിക്കുള്ളൂ. ഇവിടെ കൺഫേം ആ മൂവ് ടു അത് ഡെലിവറി സ്റ്റേജിലോട്ടാണ് ഇത് മൂവ് ആവണം. ഇനി ഇതുപോലെ പേയ്മെന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിനകത്ത് നമുക്കിപ്പോ അക്കൗണ്ട് ക്ലിയറൻസുള്ള സ്റ്റേജ് കഴിഞ്ഞു. സ്റ്റേജിൽ നമ്മൾ കൊടുത്തിരുന്ന എമൗണ്ട് 1 ലക്ഷമാണ്. അതിപ്പോ ഓവർ ഡ്യൂ ആയി. കാരണം ആ സ്റ്റേജ് നമ്മൾ കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇവിടെ ഓവർ ഡ്യൂ ആയി എന്നുള്ളത് ഇതിനകത്ത് വരും. ഇതില് ആണ് നമുക്ക് പേയ്മെന്റ് കളക്ട് ചെയ്ത് എന്താ പറയാ ഓരോ സ്റ്റേജ് അനുസരിച്ച് ലിസ്റ്റ് ചെയ്ത് വരുന്നത്. ഇനിയിപ്പോ അടുത്ത മൈൽസ്റ്റോൺ വരുന്ന നെറ്റ് മീറ്ററിംഗിലാണ് 50 to 500 എന്നുള്ള അടുത്ത പേയ്മെന്റ് വരുന്നത് എന്നുള്ളത് കൂടെ അറിയാൻ പറ്റും. ഇതിനകത്ത് പേയ്മെന്റ് കൺഫേം ചെയ്യാൻ അവർക്ക് വേണമെങ്കിൽ, അതുപോലെ ഇപ്പൊ ഞാൻ തലവേറെ മെറ്റീരിയലിന് സ്റ്റേജിലോട്ട് മൂവ് ചെയ്യാണ്. മെറ്റീരിയലിൽ എത്തിക്കഴിയുമ്പോൾ ഇവർക്ക് മെറ്റീരിയൽ വെരിഫൈ ചെയ്യാൻ പറ്റും. ആ സൈറ്റിൽ എത്തിയിട്ട് മെറ്റീരിയൽ എന്തൊക്കെ മെറ്റീരിയലാണോ ഇപ്പൊ നമ്മൾ കൊടുത്ത് അതിന്റെ ഇത് വെരിഫൈ ചെയ്യാം. അതുപോലെ അതിന്റെ സീരിയൽ നമ്പർ വേണമെങ്കിൽ എൻ്റർ ചെയ്യണമെങ്കിൽ എൻ്റർ ചെയ്യാം, ഇല്ലെങ്കിൽ അവർക്ക് ജസ്റ്റ് ഫോട്ടോ ക്യാപ്ചർ ചെയ്താലും മതി. പിന്നെ വൺസ് മെറ്റീരിയൽ കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സാധനം ഫാബ്രിക്കേഷനിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇത് ഫാബ്രിക്കേഷനുള്ള സ്റ്റേജിലെത്തും. ഫാബ്രിക്കേഷനിൽ നമ്മൾ ഫാബ്രിക്കേഷൻ ടീമിനെ ആരെയും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഫാബ്രിക്കേഷൻ ടീമിനെ ആരെയും നമ്മളിപ്പോ ലിസ്റ്റ് ചെയ്ത് കാണിക്കില്ല. എനിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ടീമിനെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ടീമിന് എക്സ്പെക്റ്റഡ് ഡേറ്റ് നമുക്ക് കൊടുക്കണം. എന്തൊക്കെയാണ് ഇത് എന്താ പറയാ കംപ്ലീറ്റ് ചെയ്യേണ്ട ഡേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഡേറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് കാണിക്കുകയും ചെയ്യും. വൺസ് ഇവർ അസൈൻ ചെയ്ത് ഹലോ, നമുക്കപ്പോ ഇവിടെ വരുന്ന നമ്മുടെ ഇപ്പൊ ഇവിടെ കാണിച്ചില്ലേ ഈ ഫാബ്രിക്കേഷൻ ടീം, നമ്മുടെ ലിസ്റ്റിലുള്ള എല്ലാ ആൾക്കാരെയും അങ്ങനെ ആഡ് ചെയ്തിടാൻ പറ്റുമോ അവിടെ? പറ്റും. അതാണ് നമുക്ക് ഇവിടെ ഫാബ്രിക്കേഷൻ ടീം ഉണ്ട്. ഇവിടെ എത്ര പേരെ നമുക്ക് ആഡ് ചെയ്യാം, മൊത്തം ആൾക്കാരെ ആഡ് ചെയ്യാം. സെയിം പോലെ ഇലക്ട്രിക്കൽ ടീമിനെ ആഡ് ചെയ്യാം. ഓക്കെ. വൺസ് അസൈൻ പിന്നെ വരുന്നത് സൈറ്റ് കാരണം ഫാബ്രിക്കേഷൻ ടീമിന് ഇപ്പൊ നമ്മൾ ഈ സോഫ്റ്റ്വെയർ കൊടുത്തിരുന്നില്ല. അപ്പൊ നമ്മൾ ഇന്റേണൽ ടീം ആയിരിക്കും ചിലപ്പോൾ ഇത് അക്നോളജ് ചെയ്യുന്നത്. അപ്പൊ അത് ഇവിടുന്ന് ഫാബ്രിക്കേഷൻ കംപ്ലീറ്റ് കഴിയുമ്പോൾ ഫാബ്രിക്കേഷൻ കംപ്ലീറ്റഡ് മാർക്ക് ചെയ്യാം. കംപ്ലീഷൻ നമ്മൾ എപ്പോഴാണ് മാർക്ക് ചെയ്യുന്ന ഡേറ്റും ടൈമും ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യും. അതേപോലെ തന്നെ
സൈറ്റിൽ നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ യൂസർക്ക് നമ്മളിപ്പോ റോയ് എന്ന് പറഞ്ഞ യൂസർക്ക് നമ്മൾ ആക്സസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടുന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിനാണെങ്കിൽ സൈറ്റിൽ നിന്ന് ലൈവ് ഫോട്ടോ വേണമെങ്കിൽ അങ്ങനെ ക്യാപ്ചർ ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് അയച്ചു തന്നെ ഫോട്ടോസ് നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. അപ്ലോഡ് കൊടുത്താൽ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ബാലൻസ് മെറ്റീരിയലിന്റെയും ഫോട്ടോ നമ്മൾ either ക്യാപ്ചർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ. ദെൻ അടുത്ത ഇലക്ട്രിക്കൽ വർക്കിന്റെ സ്റ്റേജിലോട്ടാണ് ഇത് പോകുന്നത്. അപ്പൊ ഇത് ഇലക്ട്രിക്കൽ വർക്ക് എന്ന സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇലക്ട്രിക്കൽ ടീമിനെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ടീമിന് എന്താ പറയാ കണക്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. പിന്നെ നമുക്ക് അതിന്റെ വർക്ക് പ്രോഗ്രസ് കംപ്ലീറ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ സെയിം നമുക്ക് അപ്ലിക്കേഷന്റെ പോലെ തന്നെ ഫോട്ടോസ് either ക്യാപ്ചർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. മൾട്ടിപ്പിൾ ഫോട്ടോസ് വേണമെങ്കിൽ മൾട്ടിപ്പിൾ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ എന്താ ബാലൻസ് മെറ്റീരിയലിന്റെ ഫോട്ടോയും നമുക്ക് ക്യാപ്ചർ ചെയ്യാം, അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഇവർക്ക് ഈ ആക്സസ് കൊടുക്കുമ്പോൾ അവർക്ക് എങ്ങനെ ഐഡിയും പാസ്വേഡും കൊടുക്കുമോ? അവര് യൂസറെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ യൂസർ മാനുവൽ യൂസറെ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ഒരു യൂസർ നെയിം പാസ്വേഡും കൊടുക്കും. ഓക്കെ. എന്നിട്ട് അവർക്ക് അവരെ നമ്മൾ ഈ എന്താ പറയാ ഈ സ്റ്റേജിലേക്ക് നമുക്ക് അസൈൻ ചെയ്യുന്ന ടൈമിൽ അവർക്ക് ഈ മൈ ടാസ്ക് സ്റ്റേജ് വന്ന് കിടക്കും. അതായത് ഇവിടെ വന്ന് കിടക്കും. ഇതിപ്പോ ഞാൻ എന്താ പറയാ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ അഡ്മിൻ അസൈൻ ചെയ്തേക്കൊണ്ട് അയാൾക്ക് ആ പ്രൊജക്റ്റ് വന്ന് കിടക്കുന്നത്. അയാൾക്ക് അസൈൻ ചെയ്തേക്കുന്ന ആ ഒരു സ്റ്റേജും മാത്രമേ കാണാൻ പറ്റുള്ളൂ. വേറെ ആക്സസ് ഒന്നുമില്ല. ഇല്ല, ആ പർട്ടിക്കുലർ സ്റ്റേജിൽ മാത്രമേ. അഡ്മിൻ ആയതുകൊണ്ട് എല്ലാ ബട്ടണും ഉണ്ടാവും, പക്ഷെ നോർമൽ യൂസർക്ക് എല്ലാം ഒന്നും ഉണ്ടാവില്ല. അയാൾക്ക് ഏത് സ്റ്റേജ് ആണോ സ്റ്റേജ് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. കൺഫേം മൂവ് ടു ഡോക്യുമെന്റേഷൻ കൊടുക്കുക. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ആർക്കാണ് ഓണർ ഇൻസ്റ്റലേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് എന്നുള്ള ഒരു ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്തതിന് ഡേറ്റും വെച്ചിട്ട് സേവ് ചെയ്യാം. പിന്നെ പോകുന്നത് പ്രൊജക്ട് രജിസ്ട്രേഷൻ ആൻഡ് കംപ്ലീഷൻ ആണ്. ആ സ്റ്റേജിലോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. നോക്കിയിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് സ്റ്റേജിലെത്തി. ഇവിടെ നമുക്ക് വരുന്ന 2 ആക്ടിവിറ്റിയാണ്. ഒന്ന് KSEB ഡോക്യുമെന്റ് സബ്മിഷൻ. നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ് ഫില്ല് ചെയ്യാൻ പറയും. അതുപോലെ എമൗണ്ട് പേയ്മെന്റ് ചെയ്തേക്കണം അതിന്റെയും ഡേറ്റ് കംപ്ലീഷൻ ഡേറ്റ് എൻ്റർ ചെയ്യാൻ പറ്റും. ദെൻ വരുന്നത് പ്രൊജക്ട് കംപ്ലീഷൻ റിപ്പോർട്ട് സബ്മിഷൻ ആണ്. അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് കൺഫേം ചെയ്യാം. ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേജിന് അടുത്തത് നെറ്റ് മീറ്ററിംഗ് എന്നുള്ള സ്റ്റേജിലോട്ട് ഇത് മൂവ് ചെയ്യാൻ പറ്റും. നെറ്റ് മീറ്ററിംഗിലും നമുക്ക് ജസ്റ്റ് ആക്ടിവിറ്റി കംപ്ലീഷൻ മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് ചെയ്തെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഡേറ്റ് എന്താണെന്നുള്ളത് കൊടുക്കാം, അത് സേവ് ചെയ്യാം. പിന്നെ ഉള്ളത് QCയിലുള്ള സ്റ്റേജിലോട്ട് മൂവ് ചെയ്യാന്നുള്ളതാണ്. QCയിൽ വരുമ്പോൾ നമുക്ക് ഒന്ന് ഫസ്റ്റ് QC ചെയ്തോ എന്നുള്ളത് അത് കംപ്ലീറ്റ് ചെയ്ത് QCയുടെ ഡേറ്റ് സേവ് ചെയ്യാം. അതുപോലെ ആപ്പ് ഇൻസ്റ്റലേഷൻ ചെയ്തോ ചെയ്തില്ല. ഇപ്പൊ നോട്ട് ഡൺ ആണെങ്കിൽ റീസൺ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇൻസ്റ്റാൾ ചെയ്യാത്തത്. ഡൺ ആണെങ്കിൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് പോകും. അതുപോലെ അഡീഷണലി ഗൂഗിൾ റിവ്യൂ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഡീറ്റെയിൽസ് കൊടുത്താൽ ഇത് സബ്സിഡി സബ്മിഷനിലുള്ള സ്റ്റേജിലോട്ടാണ് അടുത്ത മൂവ് ചെയ്യാൻ പോകുന്നത്. സബ്സ്ക്രിപ്ഷനിൽ നമുക്ക് ആദ്യം വരുന്നത് ഈ ഒരു പ്രൊജക്ട് കംപ്ലീഷൻ എന്നുള്ള സ്റ്റേജ് കംപ്ലീറ്റ് ആയാലാണ് എനിക്ക് ബാക്കിയുള്ളതായിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വരുന്നത് സബ്സിഡി സബ്മിഷൻ ഡേറ്റ് ആണ്. എന്നാണ് നമുക്ക് സബ്സിഡി ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്നുള്ളത്. അത് അക്നോളജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ബേഴ്സ്മെന്റ് ഡേറ്റ് എന്താണെന്നുള്ളത് മാർക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ ഫൈനൽ പേയ്മെന്റ് കുറച്ച് കഴിഞ്ഞായിരിക്കും. എപ്പോഴാണെന്ന് റിസീവ് പേയ്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇത് ഫൈനൽ പേയ്മെന്റ് മാർക്ക് ചെയ്യാൻ പറ്റും.
ഫൈനൽ, അതായത് പ്രൊജക്ട് കംപ്ലീഷൻ ആണ്. കംപ്ലീഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കംപ്ലീഷൻ സമ്മറി എന്താന്നുള്ളത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഈ പ്രൊജക്ട് ഫുള്ള് 19 സ്റ്റേജും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഓരോ സ്റ്റേജിലും എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നടന്നതെന്നുള്ളത് സ്റ്റേജ് ഡേറ്റയിൽ നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഫുൾ ഇൻക്ലൂഡിങ് ഓരോ ഫയൽ അപ്ലോഡും, എന്തൊക്കെ ഡോക്യുമെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എന്നാണ് ആരാണ് ചെയ്ത്, ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു ഇതിൽ കാണാൻ പറ്റും. അതുപോലെ ടൈം ലൈൻ നോക്കുവാണെങ്കിൽ ഒരു ടൈം ലൈനിൽ പോലെ സെയിം ആക്ടിവിറ്റീസ് എന്തൊക്കെ നടന്നിട്ടുണ്ട്, എന്താണ് നടന്നതെന്നുള്ള ഡീറ്റെയിൽ ടൈം ലൈൻ ഇവിടെ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഓരോ സ്റ്റേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സും അതുപോലെ ലൊക്കേഷൻസ്, ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഡോക്യുമെന്റ് ടാബിൽ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അഡീഷണൽ നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ അപ്ലോഡ് ചെയ്യാം. എന്തെങ്കിലും നോട്ട്സ്, നമ്മൾ ഒരു നോട്ട് ആഡ് ചെയ്തുള്ള നോട്ട്സ് ആഡ് ചെയ്തേക്കണേ അത് ഇവിടെ കാണാനും പറ്റും. ഇതാണൊരു ഫുൾ ലൈഫ് സൈക്കിൾ വരുന്നത്. ഇതിനകത്ത് ചേഞ്ച് ഇത് ഓക്കെയാണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല. നമുക്കിതിനകത്ത് ഫേസിൽ ചേഞ്ച് ഡിഫറൻസ് വരുന്നത് ഇപ്പൊ നമ്മള് ഇത് ഒറിജിനൽ കസ്റ്റമർ ആണോ? ഞാനിത് എഡിറ്റ് ചെയ്തോട്ടെ. എഡിറ്റ് ചെയ്തോ. നമുക്ക് ചേഞ്ച് വരുന്ന ഇതിനകത്ത് ലോൺ മാറ്റി നമ്മൾ ക്യാഷ് ആണ് നമ്മൾ കൊടുത്ത ലോൺ ആണെങ്കിൽ അതിന്റെ സ്റ്റേജുകളിൽ ചേഞ്ച് ഉണ്ടാവും. ഇപ്പൊ ലോൺ എമൗണ്ട് എത്രയാന്നുള്ളത് ആഹ് 'കസ്റ്റമറുടെ ഏജ് ഞാനൊരു 60 കൊടുത്തിട്ടുണ്ടെങ്കിൽ 65 വയസ്സിന് മുകളിൽ വരുമ്പോൾ നമുക്ക് കോ ആപ്ലിക്കന്റിന് ചോദിക്കും. അതുപോലെ താഴെയാണെങ്കിൽ നോർമൽ സിംഗിൾ ആപ്ലിക്കന്റ് തന്നെ പ്രൊസീഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ലോൺ എമൗണ്ട് 3 lakh കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ITR എക്സ്ട്രാ ചോദിക്കും. ബാക്കി ഡോക്യുമെന്റ്സ് എല്ലാം സെയിം ആണ്. ലാൻഡ് ടാക്സും ITR ആണ്. ലോൺ ആണ് ലാൻഡ് ടാക്സും ITR വരും. ITR എമൗണ്ട് ഹയർ എമൗണ്ട് ആണെങ്കിൽ ITR ചോദിക്കും. അതാണ് ഒരു സ്റ്റേജിൽ ഡിഫറൻസ് ഉള്ളത്. പിന്നെ അതുപോലെ അഡീഷണലി നമുക്ക് ലോണിന്റെ ഒരു സ്റ്റേജ് കൂടെ വരും. ഇപ്പൊ ലോണിന്റെ അപ്രൂവൽ എന്നുള്ള സ്റ്റേജ് കൂടെ അഡീഷണലി വരുന്ന ഒരു ഇത് മാത്രമാണ് ലോൺ എന്നുള്ള കേസിൽ ഈ ഫ്ലോയിൽ വ്യത്യാസം വരുന്നുള്ളൂ.
ഓക്കെ ആണോ? ഹലോ, യെസ്, ഓക്കെ ആണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ പറഞ്ഞോളൂ. ഇപ്പൊ ഞാനൊരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് അടുത്തതിലേക്ക് പോയാൽ എനിക്ക് വീണ്ടും പഴയതിലേക്ക് പോയി എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അഡ്മിന് മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. സാർ ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ. അതിനകത്ത് ഒരു ബാലൻസ് മെറ്റീരിയൽ ഫോട്ടോ എന്ന് പറയുന്ന ഒരു പോർഷൻ വന്നില്ലായിരുന്നോ? അതെ. അതിനകത്ത് പറഞ്ഞാൽ ഏതൊക്കെയാണ് മെറ്റീരിയൽസ് എന്നുള്ളത് നമുക്ക് സ്റ്റോക്കിലേക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലേ? അത് അതായത് ആരാണ് സ്റ്റോർ ചെയ്തത് ചെയ്തിട്ട് ഇല്ല, നമ്മൾ ബാലൻസ് മെറ്റീരിയൽ ഫോട്ടോ എടുത്ത് അയക്കുന്നുള്ള റിട്ടേൺ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് ഇന്റേണൽ കാര്യങ്ങളാണ്. നമുക്ക് അവിടെ ജസ്റ്റ് സ്റ്റോക്ക് മെറ്റീരിയൽ ബാലൻസ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ബാലൻസ് മെറ്റീരിയൽ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് അറിയാൻ എന്റെ ബാലൻസ് മെറ്റീരിയൽ ഉണ്ടെന്ന് അറിയാനായിട്ട് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആപ്ലിക്കേഷനിൽ വേറെ ട്രാക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഫോട്ടോ ക്യാപ്ചറിങ് മാത്രമേ നമ്മുടെ സ്കോപ്പ് വരുന്നുള്ളൂ.